ബിഗ് ബോസ് മലയാളം സീസൺ 5 ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് എണ്ണം പറഞ്ഞ ഒരു എപ്പിസോഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സീസൺ 5 ലാലേട്ടൻ്റെ എപ്പിസോഡുകളിൽ എടുത്തു പറയേണ്ട ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലത്തേത്. ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ, മികച്ച ഒരു ഗെയിമറുടെ എവിക്ഷൻ ഇന്നലെ നടന്നു. സാഗർ എന്ന് പറയുന്ന ഒരു ഗെയിമർ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ഒരുപക്ഷെ സാഗറിനേക്കാൾ ഗെയിം കളിക്കാത്ത, അല്ലെങ്കിൽ ആ വീട്ടിൽ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത രണ്ടോ അതിലധികമോ ആളുകൾ അവിടെ ഉള്ളപ്പോൾ മികച്ച ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സാഗറിനാണ് പുറത്ത് പോകേണ്ടി വന്നത്. തീർത്തും നിരാശാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എപ്പിസോഡിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു മൈൻഡ് ഗെയിമറെ ആ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ മുന്നിലേക്ക് തുറന്നിട്ട് കൊടുത്തു ലാലേട്ടൻ എന്നുള്ളതാണ്. 1 മുതൽ 12 വരെയുള്ള സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് യോഗ്യതയുള്ളവരെ നിർത്തുക എന്നുള്ളൊരു ടാസ്ക് എല്ലാ സീസണുകളിലും അതുണ്ട്. ഇത്തവണത്തെ ആ ടാസ്കിനെ കുറിച്ചാണ് ലാലേട്ടൻ ചോദിച്ചത്. അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു മൈൻഡ് ഗെയിമർക്ക് എതിരാളികളില്ല എന്നുള്ളത് ആ വീട്ടിലുള്ള ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഇന്നലത്തെ എപ്പിസോഡ് ഉപകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് അഖിലിനോട് ആ ചോദ്യങ്ങളുടെ ഇടയിലേക്ക്, ഇതുകൊണ്ടൊക്കെയാണോ ആ വീട്ടിൽ എതിരാളികളില്ല എന്നുള്ളത് അഖിൽ മാരാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്നുള്ളത്. അത് മറ്റുള്ള ഹൗസ് അംഗങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. കാരണം എങ്ങനെയാണ് അഖിലിനെ നേരിടേണ്ടത്, ഇങ്ങനെ ഇപ്പോൾ കളിക്കുന്ന രീതിയിൽ നേരിട്ട് കഴിഞ്ഞാൽ അഖിലെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ അവരതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നന്നാവും. കാരണം എന്താ വെച്ചാൽ, ആദ്യം തന്നെ ലാലേട്ടൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അഖിൽ മാരാർ ഈ ഗെയിം ആദ്യം മുതൽ കളിക്കാതിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അഖിൽ തൻ്റെ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ഷിജുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് പ്ലാനിങ് ആയിരുന്നു അപ്പോൾ അവിടെ അഖിൽ നടത്തിയിരുന്നത്. അതായത് കുറച്ച് കണക്കുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. അത്രയും ചിന്തിച്ച് ഒരു ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അഖിൽ മാരാർ, ആ അഖിൽ മാരാറുടെ ആ ഗെയിം പ്ലാനിനെ ലാലേട്ടൻ വരെ സമ്മതിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. പിന്നെ അവസാനം റിനോഷിന്, 1ാം സ്ഥാനത്തെത്തിയ റിനോഷിന് ഒരു ചെറിയൊരു കൊട്ടും ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇത് 1ാം സ്ഥാനം കിട്ടിയത് നിങ്ങൾ ഗെയിം കളിച്ചിട്ടായാലും ഭാഗ്യത്തിൻ്റെ പുറത്തായാലും കൺഗ്രാജുലേഷൻ എന്നാണ് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞത്. അത് റിനോഷിന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടെയാണ് ലാലേട്ടൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്.